സ്റ്റാർട്ടപ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഉദാഹരണത്തോടു കൂടി തന്നെ തുടങ്ങാം. ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു സ്റ്റാർട്ടപ്പ് ഫണ്ടിങ് കമ്പനി, ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. അപ്പോൾ അതിൻ്റെ ഒരു അഡീഷണൽ റെസ്പോൺസിബിലിറ്റിയും കൂടെ എനിക്ക് തന്നു. അപ്പോൾ ഒരു ദിവസം ഞങ്ങൾക്ക് വരുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് ആണ്. ആ സമയത്ത് എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഇന്ത്യയിലുള്ള ഈ ടോപ്പ് ഓൺലൈൻ ബ്രാൻഡുകളെല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു കാലഘട്ടമാണത്. ആ സമയത്ത് വരുന്നത് ചില സമയങ്ങളിലൊക്കെ നൂറുകണക്കിന് ആപ്ലിക്കേഷൻസ് ആണ് വരുന്നത്. ഇതിൽ നിന്ന് കറക്റ്റായിട്ടുള്ള ആൾക്കാരെ കണ്ടുപിടിക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഇതിൽ വരുന്ന ഒരു നല്ലൊരു ശതമാനം ആപ്ലിക്കൻസും വിചാരിക്കുന്നത് അവർക്കൊരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഉടനെ ഫണ്ട് കൊടുക്കും. അപ്പം ഞങ്ങൾക്ക് ഏകദേശം ഒരു 100 കോടി രൂപയോളം അന്ന് ക്യാപിറ്റലുണ്ട് ഇതിന് ഫണ്ടിങ്ങിന് വേണ്ടി മാത്രമായിട്ട്. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, വളരെ സീനിയർ ആയിട്ടുള്ള വലിയ വലിയ കമ്പനികളിൽ വൈസ് പ്രസിഡന്റുമാരായിട്ടുള്ള ആൾക്കാരുമായിട്ടുള്ള ഡിസ്കഷൻ നടക്കുന്ന സമയത്ത് അവർ പറയുകയാണ്, ആ ഒരു വ്യക്തി പറയുകയാണ്, എനിക്കൊരു ഐഡിയ ഉണ്ട്, ഇങ്ങനെ പേരൻസിനും സ്കൂളുകൾക്കും പേരൻസിന് ഈസി ആയിട്ട് അവരുടെ കുട്ടികൾക്ക് സ്കൂൾ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഐഡിയ. അപ്പം അതിന് നിങ്ങൾ എത്ര ഫണ്ട് തരും? ഞാൻ ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ആപ്പിൻ്റെ ആവശ്യം പേരൻസിനുണ്ടോ? നിങ്ങൾ എത്ര പാരൻസിൻ്റെ അടുത്ത് സംസാരിച്ചു? എത്ര സിറ്റികളിലുള്ള പാരൻസുമായിട്ട് സംസാരിച്ചു? ഇനി എത്ര സ്കൂളുകൾ നിങ്ങളുടെ ഈ ഒരു ആപ്പിൻ്റെ ഭാഗമാകാൻ തയ്യാറാണെന്ന് സമ്മതം അറിയിച്ചു? എനിക്ക് നിങ്ങളുടെ ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഒന്നും വേണ്ട. റാൻഡംലി നിങ്ങൾ എത്ര പാരൻസുമായിട്ട്, ഏത് വിഭാഗത്തിലുള്ള പാരൻസുമായിട്ട്, മിഡിൽ ക്ലാസ് ആണോ, അപ്പർ മിഡിൽ ക്ലാസ് ആണോ, ഏത് വിഭാഗത്തിലുള്ള പാരൻസുമായിട്ടാണ് നിങ്ങൾ സംസാരിച്ചത്? അപ്പോൾ ഏത് തരത്തിലുള്ള സ്കൂളുകളെയാണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത്? ഇത് നിങ്ങൾ സാമ്പിളായിട്ട് ചെയ്യാനുള്ള ഒരു ആക്ഷൻ പ്ലാൻ നിങ്ങളുടെ കയ്യിലുണ്ടോ? അപ്പോൾ അദ്ദേഹം പറയുന്നത്, നിങ്ങൾ ഫണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനത് നടപ്പിലാക്കാം. ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. കാരണം നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ഐഡിയ മാത്രം കൊണ്ട് നിങ്ങൾക്കൊരിക്കലും ഒരു സ്റ്റാർട്ടപ്പ് ഫണ്ട് കിട്ടത്തില്ല. കാരണം എന്നെ ഒരിക്കൽ ഞങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ കൺസൾട്ടൻ്റ് ഉണ്ടായിരുന്നു. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് ഇങ്ങനെ ഒരു സ്ഥലത്ത് പോകാൻ പറ്റും, അവിടെ ഈ ഒരുപാട് യങ്സ്റ്റേഴ്സ് ഇങ്ങനെ ഈ സ്റ്റാർട്ടപ്പ് ഐഡിയ ആയിട്ട് വന്ന് താമസിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവർ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു, അപ്പോൾ ഒന്ന് കാണാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. ഈ സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ വേണ്ടി നടക്കുന്നതിൽ 100-ൽ 99% ആൾക്കാർക്കും ഇതെങ്ങനെ നടപ്പിലാക്കണം എന്നുള്ള യാതൊരു പിടിയില്ല. ഇപ്പോൾ സ്കൂളുകൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ കോളേജുകൾക്ക് വേണ്ടിയോ അല്ലെന്നുണ്ടെങ്കിൽ ഓൺലൈൻ മെഡിക്കൽ ഷോപ്പ് അല്ലെങ്കിൽ ഓൺലൈൻ മെഡിസിൻ സപ്ലൈക്ക് വേണ്ടിയുള്ള ആപ്പ് ഡെവലപ്പ് ചെയ്യുന്നവരോ അങ്ങനെ ഒരുപാട് പേരുണ്ട് അവിടെ. പക്ഷെ ഇവരിൽ നല്ലൊരു ശതമാനം ആൾക്കാർക്കും ഇതെങ്ങനെ ചെയ്യണം, ഇത് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഉള്ള ചലഞ്ചസ് എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് ഇതിനെപ്പറ്റി കാര്യമായ ഒരു ധാരണയില്ല. ഫോർ എക്സാമ്പിൾ, ഓൺലൈൻ മെഡിസിൻ സപ്ലൈക്ക് നിങ്ങൾക്ക് എവിടെ നിന്ന് ഈ സാധനങ്ങൾ പ്രൊക്യൂർ ചെയ്യാൻ പറ്റും? ഈ ബ്രാൻഡുകളിലെ നിങ്ങൾ ഈ പ്രൊക്യൂർ ചെയ്യുന്ന മെഡിസിൻസിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് എങ്ങനെ ഉറപ്പാക്കാൻ പറ്റും? അതുകൂടാതെ ഇത് എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരു ഡെലിവറി സിസ്റ്റം? ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ ചോദിച്ചു കഴിയുമ്പോൾ ഇവർക്ക് ആർക്കും ഉത്തരവില്ല. അപ്പോൾ ഐഡിയ ഉള്ള പലരും ഇത് മാർക്കറ്റിൽ ഇറങ്ങി, പുറത്തിറങ്ങി, പബ്ലിക്കുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത്, ആൾക്കാരെ കൺസൾട്ട് ചെയ്ത്, അവരുടെ ഫീഡ്ബാക്ക് എടുത്ത് എന്നിട്ട് നല്ലൊരു മോഡൽ ഉണ്ടാക്കിയവർ വളരെ കുറവാണ്. ഏറ്റവും എളുപ്പം സ്റ്റാർട്ടപ്പ് ഫണ്ടിങ് കിട്ടാൻ ചാൻസ് ഉള്ള കമ്പനികൾ എന്ന് പറയുന്നത്, അവർക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു, അവരത് ചെറിയ തോതിൽ നടപ്പിലാക്കി തുടങ്ങി, അപ്പോൾ അതിനകത്ത് ഒരുപാട് തടസ്സങ്ങൾ വന്നു, ഒരുപാട് ചലഞ്ചസ് വന്നു. അതിനെ എല്ലാം ഓവർകം ചെയ്തുകൊണ്ട് അവരുടെ സിസ്റ്റം എല്ലാം റീവാമ്പ് ചെയ്തിട്ട് വീണ്ടും പുതിയ സിസ്റ്റം കൊണ്ടുവന്നു, അത് നടപ്പിലാക്കി. അങ്ങനെ ഇത് സക്സസ്ഫുൾ ആകുന്ന രീതിയിലേക്ക്, ഒരു ട്രാക്കിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ അവർക്ക് മുമ്പോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ ഫണ്ട് ഇല്ലാതായി, അവരുടെ ക്യാപിറ്റൽ ഇല്ലാതായി, മൂലധനം ഇല്ലാതായി. അപ്പോൾ അതിന് ഒരു ഫ്യൂച്ചർ ഉണ്ടെന്ന്, ഒരു ഭാവി ഉണ്ടെന്ന് അവർ ശരിക്കും അവരുടെ ആക്ഷൻസിലൂടെ, അവരുടെ ആ ഒരു അവർ തെളിയിച്ചു. അപ്പോൾ നമുക്ക് തന്നെ അത് കാണുമ്പോൾ മനസ്സിലാകും, ഇത് കൊള്ളാമല്ലോ, ഇതിന് വലിയൊരു മാർക്കറ്റ് ഉണ്ടല്ലോ, ഇതിൻ്റെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഇതിൻ്റെ ഒരു മാർക്കറ്റ് സൈസ് ഒന്ന് വലുതാക്കി കഴിഞ്ഞാൽ, വലിയൊരു മാർക്കറ്റിനെ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഇത് നല്ലൊരു ബിസിനസ് ആണല്ലോ, ഇതിന് ഫ്യൂച്ചറിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടല്ലോ. അപ്പോൾ അതാണ് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പിൻ്റെ ഫണ്ട് കിട്ടാൻ ചാൻസ് ഉള്ള ഏറ്റവും നല്ലൊരു ഫോമാറ്റ്. അപ്പോൾ നമ്മൾ ഈ ഫ്ലിപ്കാർട്ട് പോലുള്ള കമ്പനികളുടെ ഫൗണ്ടേഴ്സിൻ്റെ കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. അവർ ബുക്സൊക്കെ വാങ്ങിച്ചിട്ട്, ഇപ്പോൾ 100 രൂപ വിലയുള്ള ബുക്ക് വാങ്ങിച്ചിട്ട് അവരൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്ത് അത് 80 രൂപയ്ക്ക് വിറ്റ് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി അവർ ക്രിയേറ്റ് ചെയ്തു.
പിന്നീട് അത് വളർന്നപ്പോൾ അതിനുള്ള ഫ്യൂച്ചർ ഓപ്പർച്യൂണിറ്റി വളരെ വലുതായി. അപ്പോൾ അവരെല്ലാം അത് ചെയ്ത് നോക്കിയിട്ടാണ് പിന്നെ ഫണ്ടിങ്ങിന് വേണ്ടി പോയതോ അല്ലെങ്കിൽ ഫണ്ട് സ്വീകരിച്ചതോ അല്ല. അപ്പം ഐഡിയ മാത്രമല്ല മുഖ്യം, ഐഡിയ മാത്രമല്ല പ്രധാനം, അത് നിങ്ങൾക്ക് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നു. എക്സിക്യൂഷൻ ആൻഡ് സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ്, ചലഞ്ചസ്, നിങ്ങളുടെ മാർക്കറ്റ് നോളജ്, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കസ്റ്റമർ ഫീഡ്ബാക്ക്. അപ്പോൾ പ്രാക്ടിക്കലി നിങ്ങൾ പരീക്ഷിച്ച് നോക്കി വിജയസാധ്യത ഉണ്ടെന്ന് കണ്ട ഒരു പ്രോജക്റ്റ്, അത് കാണുമ്പോഴത്തേക്ക് ശരിക്കും ഈ ഫണ്ടിങ് ചെയ്യുന്ന മിക്കവാറും ഉള്ള കമ്പനികൾക്ക് മനസ്സിലാകും ഇതിനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പൊ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ട്, അതിലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അതിനൊരു ഫ്യൂച്ചർ ഉണ്ട്, സൈസബിൾ ആയിട്ടുള്ള ഒരു മാർക്കറ്റും ഉണ്ട്, ഫിനാൻഷ്യലി വയബിളുമാണ്. അങ്ങനെയുള്ള ഒരു പ്രോജക്റ്റിന് ഫണ്ടിങ് കിട്ടാനുള്ള ചാൻസ് വളരെ, അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി മറ്റൊരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, കറക്റ്റായി പറഞ്ഞു കഴിഞ്ഞാൽ 2016 എന്റെ കൂടെ തന്നെ വർക്ക് ചെയ്തിരുന്ന കുറെ കുട്ടികളെന്ന് പറയാൻ പറ്റത്തില്ല, എന്റെ കൂടെ തന്നെ വർക്ക് ചെയ്തിരുന്ന കുറെ ആൾക്കാർ, അവര് എന്റെ ജൂനിയേഴ്സായിട്ട് വർക്ക് ചെയ്ത ആൾക്കാർ, അവര് ഒരു പ്രോജക്റ്റിന് വേണ്ടി, അതിന് ഫണ്ടിങ് കിട്ടാൻ വേണ്ടി, ഒരു പ്രോജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടി എന്റെ അടുത്ത് വന്നു. അങ്ങനെ ഒരു പ്രോജക്റ്റിന് അവരെല്ലാവരും നല്ല എക്സ്പീരിയൻസ്ഡ് ആണെന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു പ്രോജക്റ്റിന് ഫണ്ടിങ് കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അതിന് നല്ലൊരു പ്രോജക്ട് റിപ്പോർട്ട് വേണം. P&L എല്ലാം കണക്കാക്കി നല്ലൊരു പ്രോജക്ട് റിപ്പോർട്ട് അതിനുണ്ടാക്കിയെടുക്കണം. പക്ഷെ ഞാൻ അതിനകത്ത് മറ്റൊരു സാധ്യത കണ്ടു. ഇതിന്റെ ഒരു ഫിനാൻഷ്യൽസ് എല്ലാം കൂടെ നമ്മൾ എടുത്തിട്ട് അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ഒന്ന് ഫോർകാസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഫണ്ടിങ് ഇല്ലാതെ തന്നെ ഏകദേശം 1 വർഷത്തോളം നിങ്ങളൊന്ന് നന്നായിട്ടൊന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, നന്നായിട്ടൊന്ന് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഫണ്ടിങ് ഇല്ലാതെ തന്നെ നിങ്ങൾ ഏൺ ചെയ്യുന്ന ഫണ്ട് കൊണ്ട് തന്നെ ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുവരാം. ആ കമ്പനി ഈ വർഷം ഡിസംബർ ആകുമ്പോൾ 10 വർഷം പൂർത്തിയാക്കുകയാണ്. ഞാൻ എപ്പോഴും സഹകരിക്കുന്ന ഒരു കമ്പനിയാണത്. ഒരു സ്റ്റാർട്ടപ്പിനകത്ത് വരാൻ സാധ്യതയുള്ള തടസ്സങ്ങൾ, അൺഎക്സ്പെക്ടഡ് ചലഞ്ചസ്, അത് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, അതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫോർകാസ്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ മിക്കവാറും കമ്പനി തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ ചലഞ്ചസ് ഉണ്ടാകും.